أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر لحكم ربك فإنك بأعيننا وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم. السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല നികല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്വർഗവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അതിനായി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. ആമീൻ. 52-ാമത്തെ അധ്യായം സൂറത്തു തൂർ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ്. 47 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അവസാനത്തെ 48, 49 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. വളരെ പ്രധാനമായ പല കാര്യങ്ങളും സൂറത്ത് തൂറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. ഏറ്റവും അവസാനമായി ഇസ്ലാമിൻ്റെ ശത്രുക്കളാകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ അവരെ അങ്ങ് വിട്ടേക്കുക, ബോധം കെട്ട് മരണമടഞ്ഞു പോകുന്ന ആ ദിവസം വരെയും അതിനെ അവർ കണ്ടുമുട്ടുന്നത് വരെയും അവരെ ഒഴിവാക്കി അവരെ വിട്ടേക്കുക. കാരണം ആ ദിവസം അവരുടെ തന്ത്രങ്ങളൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല, അവർക്ക് ഒരു സഹായവും ലഭ്യമാകപ്പെടാത്ത ഒരു ദിവസമാണതെന്നും ശക്തമായ ശിക്ഷ അവർക്ക് ഉണ്ട്. അതോടൊപ്പം അദാബൻ ദൂന ദാലിക, അതല്ലാത്ത വേറെ ശിക്ഷയും അവർക്കുണ്ട്. പക്ഷേ അവരധികം ആളുകളും അത് അറിയുന്നില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അംഗീകരിക്കാത്ത, വിശുദ്ധ ഖുർആനെ സ്വീകരിക്കാത്ത ആളുകൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ശക്തമായ ശിക്ഷകൾ ഉണ്ട് എന്നാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തിയത്. തുടർന്ന് വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറയുന്നു. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയുനിനാ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. സ്വബർ, ക്ഷമ. ഇസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കുക, നബിയെ അങ്ങ് ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ വിധിക്ക്, ആ വിധി വരെ നീ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. പ്രയാസപ്പെടേണ്ടതില്ല. അങ്ങയുടെ വാക്കവർ സ്വീകരിക്കാത്തതിലോ അങ്ങയെ പരിഹസിക്കുന്നതിലോ അങ്ങ് എത്രമാത്രം പറഞ്ഞു കൊടുത്തിട്ടും അവർ കാണുന്ന അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ സത്യം ഉൾക്കൊള്ളാതിരിക്കുകയും ആ സത്യത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ വിഷയത്തിൽ നബിയെ അങ്ങ് വ്യാകുലപ്പെടേണ്ടതില്ല, അങ്ങ് വിഷമിക്കേണ്ടതില്ല. പിന്നെന്ത് വേണം? വസ്ബിർ ലിഹുക്മി റബ്ബിക, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ വിധിക്ക് നീ ക്ഷമിച്ചു കൊള്ളുക നബിയെ. ഇനി അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത് ഫഇന്നക, തീർച്ചയായും നീ ബിഅയുനിന, നമ്മുടെ ദൃഷ്ടാന്തത്തിലാണ്, നമ്മുടെ ദൃഷ്ടിയിലാണ്, നമ്മുടെ കാഴ്ചയിലാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സംരക്ഷണയിലാണ് അങ്ങുള്ളത്. നമ്മുടെ സഹായം അങ്ങേക്ക് നബിയെ ഏത് സമയത്തും ലഭിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അവരുടെ തന്ത്രങ്ങൾ നടക്കാൻ പോകുന്നില്ല, അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഫഇന്നക ബിഅയുനിന, ഫഇന്നക, അപ്പോൾ തീർച്ചയായും നീ ബിഅയുനിന, നമ്മുടെ കണ്ണിലാണ്, നമ്മുടെ സംരക്ഷണയിലാണ് എന്നർത്ഥം.
തുടർന്ന് അല്ലാഹു നബിയോട് പറയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം. അതുകൊണ്ട് വസബ്ബിഹ്, നീ തസ്ബീഹ് നടത്തുക, ബിഹംദി റബ്ബിക, തസ്ബീഹ് നടത്തുക, ബിഹംദി സ്തുതിച്ചുകൊണ്ട്, റബ്ബിക നിന്റെ റബ്ബിനെ, ബിഹംദി റബ്ബിക നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് ചെയ്യുക, തസ്ബീഹ് നടത്തുക. എപ്പോൾ? ഹീന തഖൂം, നീ എഴുന്നേൽക്കുന്ന സമയത്ത്. തഖൂം, എഴുന്നേൽക്കുക. നീ എഴുന്നേൽക്കുന്ന സമയത്ത്, നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ്, സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. എപ്പോഴാണ് തസ്ബീഹ് വേണ്ടത്? എപ്പോഴാണ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്? ഒന്ന്, ഹീന തഖൂം, നീ എഴുന്നേൽക്കുന്ന സമയം. രണ്ടാമത്തത്, തുടർന്ന ആയത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നു, നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തേണ്ടത് എഴുന്നേൽക്കുന്ന സമയത്താണ്. ഒന്ന്. രണ്ടാമത്തത്, വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം, വമിനൽ ലൈലി, രാത്രിയിൽ നിന്നും, രാത്രിയും നീ എന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യണം, അല്ലാഹുവിനെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കണം. വമിനൽ ലൈലി, രാത്രിയിൽ നിന്നും കുറച്ച് സമയം, ഫസബ്ബിഹു, അവന് നീ തസ്ബീഹ് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നു, രാത്രിയിലും കുറഞ്ഞ സമയം നീ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം. വഇദ്ബാറൻ നുജൂം, വഇദ്ബാറ, പിന്നോക്കം നിൽക്കുമ്പോഴും, അന്നുജൂമു, നക്ഷത്രങ്ങൾ പിന്നോക്കം വെക്കുമ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം. അപ്പൊ ഈ മൂന്ന് ആയത്തുകളിൽ, ഈ രണ്ട് ആയത്തുകളിൽ മൂന്ന് സമയങ്ങളാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും ചെയ്യേണ്ടത് ഏത് സമയത്തും നമുക്ക് ആവുന്നതാണ്. അതിന് വലിയ പ്രാധാന്യം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തുകളിലൂടെ. തസ്ബീഹ് ചൊല്ലുന്നതിന്റെ, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നതിന്റെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ മഹത്വങ്ങളും അതിന്റെ പ്രതിഫലങ്ങളും വിവിധങ്ങളായ ആയത്തുകളിലും ഹദീസുകളിലും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ധാരാളം സമയങ്ങളിൽ ഇത് ചെയ്യാം. എന്നാൽ പ്രത്യേകമായ മൂന്ന് സമയങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ മൂന്ന് സമയങ്ങളെ കുറിച്ച് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത് ഹീന തഖൂം, എഴുന്നേൽക്കുന്ന സമയം എന്നതാണ്. എഴുന്നേൽക്കുന്ന സമയം ഏതാണ്? ഈ എഴുന്നേൽക്കുന്ന സമയത്ത് തസ്ബീഹ് ചെയ്യണം, അള്ളാഹുവിനെ സ്തുതിക്കണം എന്ന് പറഞ്ഞത് ഏത് എഴുന്നേൽക്കുന്ന സമയം? ആയത്തുകളിൽ അല്ലാഹു തആല അത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏത് സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ, എപ്പോ എഴുന്നേൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മൂന്ന് സമയം നമുക്ക് കാണാവുന്നതാണ്. മൂന്ന് സമയം. ഒന്ന്, മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മൂന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്ന്, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നാം ചെല്ലുന്ന ധാരാളം തസ്ബീഹുകളും അതുപോലെ തഹ്മീദുകളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള ധാരാളം പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മറ്റൊന്ന്, നമസ്കാരത്തിന്റെ തുടക്കത്തിലാണ്, പ്രാരംഭ പ്രാർത്ഥനയിൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഏത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാരകസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നമസ്കാരത്തിന്റെ ആരംഭത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ നമ്മൾ വജ്ജഹത്തു എന്ന് പറയുന്ന ദുആഉൽ ഇഫ്തിതാഹിന്റെ ആ സമയത്ത് ചെല്ലുന്ന ഒരു പ്രാർത്ഥന. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിക നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു, തബാരകസ്മുക നിന്റെ നാമം വളരെ മേന്മയേറിയതാണ്, വതആല ജദ്ദുക നിന്റെ മഹത്വം വളരെ ഉന്നതമാണ്, വലാ ഇലാഹ ഗൈറുക നീയല്ലാതെ ആരാധ്യനില്ല എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാരകസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് നമസ്കാരത്തിന്റെ ആരംഭത്തിൽ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയതായി ഹദീസുകളിൽ കാണാം. അപ്പൊ ഒന്ന്, എഴുന്നേൽക്കുന്ന സമയത്ത് ഹംദ് ചെയ്യുന്നതോടൊപ്പം തസ്ബീഹ് ചെയ്യണമെന്ന് പറഞ്ഞത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. അതേ പ്രകാരം രണ്ടാമത്തെ അഭിപ്രായം നമസ്കാരത്തിന്റെ ആരംഭത്തിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതേ പ്രകാരം മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരുന്നു, വല്ല ക്ലാസ്സുകളോ ഖുർആൻ ക്ലാസ്സുകളോ അതല്ലെങ്കിൽ നല്ല ഇസ്ലാമികപരമായ എന്തെങ്കിലും ഒരു ചർച്ചയോ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ചെല്ലാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ
പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു സദസ്സിൽ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു. ആരാധ്യനായി നീ മാത്രമേ ഉള്ളൂ എന്നതിന് അഷ്ഹദു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുകയും ചെയ്യുന്നു. വഅതൂബു ഇലൈക, നിന്റെ അടുക്കലേക്ക് ഞാൻ പക്ഷാതപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയതായി കാണാം. അപ്പൊ ഒന്ന് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ്, മറ്റൊന്ന് നിസ്കാരത്തിന്റെ ആ പ്രാരംഭ പ്രാർത്ഥന, നിസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയം, നിസ്കാരത്തിന്റെ തുടക്കത്തിലാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഇത് എന്ന അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം, നബിയെ നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് സ്തോത്രകീർത്തനം നടത്തുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു. അത് നബിയോടുള്ള മാത്രം കൽപ്പനയല്ല. ഈ 3 സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാകണം എഴുന്നേൽക്കുന്നത്. അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. അതേ പ്രകാരം തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണം, അൽഹംദുലില്ലാ വർദ്ധിപ്പിക്കണം, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണം, സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രചോദനവും സന്ദേശവും അള്ളാഹു തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ സമയം, അപ്പൊ 3 സമയങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ്. ആ എഴുന്നേൽക്കുന്ന 3 സമയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് വമിനൽ ലൈലി ഫസബ്ബിഹു, രാത്രിയിൽ നിന്ന് കുറച്ച് സമയം നീ അല്ലാഹുവിന് തസ്ബീഹ് നടത്തണം. രാത്രിയിൽ നിന്ന് കുറച്ച് സമയം, അല്ലേ? വമിനൽ ലൈലി, രാത്രിയിൽ നിന്ന് കുറച്ച് സമയം. നമുക്കറിയാം രാത്രിയിൽ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അയ്യുദ്ദുആ അസ്മഅ, ഏറ്റവും ഉത്തരം കിട്ടാനുള്ള ആ സമയം ഏതൊക്കെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞത് ദുബറുസ്സലവാത്തുൽ ഖംസ്, 5 വഖത്ത്, അല്ലെങ്കിൽ ദുബറുസ്സലവാത്തുൽ മക്തൂബാത്ത്, ഫർള് നമസ്കാരങ്ങൾക്ക് ഉടനെയാണ് അതിന്റെ ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ജൗഫുൽ ലൈൽ, അർദ്ധരാത്രി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. രാത്രി നമസ്കാരത്തിനും അതേ പ്രകാരം പാതിരാത്രിയിലുള്ള പ്രാർത്ഥനയ്ക്കുമൊക്കെ അതിന് പ്രേരണ നൽകുന്ന ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും നമുക്ക് കാണാവുന്നതാണ്, വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാൽ രണ്ടാമത്തേത് സ്തുതികീർത്തനങ്ങളോടൊപ്പം തസ്ബീഹ് ചെയ്യുവാൻ അല്ലാഹു പറഞ്ഞത് വമിനൽ ലൈലി, രാത്രിയിൽ നീ ചെയ്യണം എന്നതാണ്. മൂന്നാമത്തേത് നക്ഷത്രങ്ങൾ പിന്നോട്ട് വെക്കുന്ന സമയം, അദ്ബാറുൻ നുജൂം, നക്ഷത്രങ്ങൾ പിന്നോട്ട് വെക്കുന്ന സമയം, അഥവാ പ്രഭാതം പ്രത്യക്ഷപ്പെടുമ്പോ നക്ഷത്രങ്ങൾ അസ്തമിച്ചു തുടങ്ങും. പ്രഭാതം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നതോടുകൂടെ നക്ഷത്രങ്ങളെല്ലാം അത് അസ്തമിച്ചു തുടങ്ങും. ഈ സമയമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും ധാരാളം ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഹനീയമായ സന്ദേശം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയത്തും, പ്രഭാതത്തിലും അതേ പ്രകാരം രാത്രിയിലും നമസ്കാരത്തിലും അതേ പ്രകാരം സദസ്സുകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുക, അവന് തസ്ബീഹ് ചെയ്യുന്ന നല്ല ആളുകളാവുക. ദിക്ർ കൊണ്ട് നമ്മുടെ നാവുകളെ പച്ചപ്പുള്ളതാക്കണം. ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറണം. നമ്മൾ എവിടെയാണെങ്കിലും, നാം ഏത് അവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാകണം എന്ന മഹനീയമായ ആ ഒരു ഉപദേശത്തോടു കൂടെയാണ് സൂറത്തു തൂർ അവസാനിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ പഠിതാക്കളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും എല്ലാത്തിനും നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം
ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ അവർക്ക് മർഹമത്ത് നൽകണം റഹ്മാനെ. അവരുടെയൊക്കെ ഖബറുകളെ നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പഠിതാക്കളുടെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ പഠിതാക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന പ്രയാസങ്ങളെ, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പലതും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങളും അവരിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങളും ഞങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത മാനസികമായ പ്രയാസം ഞങ്ങളുടെ മനസ്സുകളിലുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ മുസ്ലിം സമുദായത്തിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ വിശുദ്ധമായ നിന്റെ ഖുർആനിനെ, നിന്റെ കലാമിനെ പഠിക്കാൻ ഈ കാലഘട്ടത്തിലും ഞങ്ങൾ സമയം ചിലവഴിച്ചിട്ടുണ്ട്. പഠിക്കാനും അത് പകർത്താനും അത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കൊണ്ട് നടക്കുവാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ സനാബിൽ എന്ന ഈ മഹനീയമായ ഗ്രൂപ്പിന് അതിനുവേണ്ടി വല്ലാതെ സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. അള്ളാഹുവേ അതിനെ സ്നേഹിക്കുന്നവരുണ്ട്. അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ സനാബിൽ എന്ന ഈ ഖുർആൻ പഠന ഗ്രൂപ്പിനെ അന്ത്യനാൾ വരെയും അള്ളാഹുവേ നീ നിലനിർത്തണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് അർഹരായിരിക്കുന്ന പകരക്കാരെ നീ പകരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أنت تعلم ذنوبنا فاغفرها. اللهم أنت تعلم أمراضنا واشفها. اللهم أنت تعلم ديوننا فأدها. اللهم أنت تعلم حاجاتنا فاقضها يا ذا الجلال والإكرام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.